ഇന്ന് ലോകത്ത് ചാറ്റ് ജി പി ടിയെ കുറിച്ചോ അല്ലെങ്കിൽ പലതരത്തിലുള്ള ടൂളുകളെ കുറിച്ചോ കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. വൻകിട കമ്പനികൾ മുതൽ സാധാരണക്കാർ വരെ തങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ ഒരു സ്മാർട്ട് നിക്ഷേപകൻ എന്ന നിലയിൽ ഇന്ത്യയിലിരുന്ന ഈ വലിയ വിപ്ലവം വഴി നമുക്ക് എങ്ങനെ വലിയ രീതിയിൽ പണം ഉണ്ടാക്കാമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ നേരിട്ട് ഏതെങ്കിലും സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്ന കമ്പനികളിൽ പോയി വലിയ തുക പണം നിക്ഷേപിക്കണമെന്നുണ്ടോ? എവിടെയാണ് പ്രമുഖ മാർക്കറ്റ് എക്സ്പേർട്ട് ആയിട്ടുള്ള ഹിരൺ വേദ് വളരെ വ്യത്യസ്തമായിട്ട് ഒരു കാഴ്ചപ്പാട് പങ്കുവയ്ക്കുന്നത്. ആഗോള സാമ്പത്തിക രംഗത്തും ഇന്ത്യൻ വിപണിയിലും വലിയ മാറ്റങ്ങൾ നടക്കുമ്പോൾ ഹിരൺ വേദ് പങ്കുവച്ച ചില നിർണായകമായിട്ടുള്ള നിരീക്ഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പുറത്തുനിന്ന് നോക്കുമ്പോൾ വിപണിയിൽ പേടിപ്പെടുത്തുന്ന പല കാര്യങ്ങളും നടക്കുന്നുണ്ടെന്ന് തോന്നാം. എന്നാൽ അതിന്റെ ഉള്ളറകളിലേക്ക് നോക്കിയാൽ വലിയ നിക്ഷേപ സാധ്യതകളാണ് ഒളിഞ്ഞിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ആഗോള ഭൗമ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, അതായത് ജിയോ പൊളിറ്റിക്കൽ റിസ്കുകൾ പരിശോധിക്കാം. ഹിരൺവേദ് പറയുന്നത് ഇപ്പോൾ ലോകത്തെ യാതൊരുവിധ റിസ്കുകളും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികൾ യൂറോപ്യൻ രാജ്യങ്ങളോട് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് സ്വന്തം കാര്യങ്ങളിലേക്ക് കൂടുതൽ ഉൾവലിയുകയാണ്. അതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റിൽ ചില ഇടപെടലുകൾ നടത്താനും അവർ മടിക്കുന്നില്ല. ഇന്നത്തെ ലോകം ഒരു പ്രത്യേക ഫിലോസഫിയിലും ഉറച്ചു നിൽക്കുന്നില്ല. എല്ലാം വെറും ബിസിനസ് ഇടപാടുകൾക്ക് മാത്രമായി മാറിയിരിക്കുന്നു. അതായത് ഒരു ട്രാൻസാക്ഷണൽ വേൾഡ്. ഇവിടെ ആർക്കാണോ കൂടുതൽ സ്വാധീനമുള്ളത്, ആരാണോ ലീഡർഷിപ്പ് കൈയാളുന്നത്, അവർ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. മുൻപ് അമേരിക്ക മാത്രമായിരുന്നു വലിയ സൈനിക സാമ്പത്തിക ശക്തി. അതുകൊണ്ട് വിപണി ശാന്തമായിരുന്നു. എന്നാൽ ഇപ്പോൾ ചൈന സാമ്പത്തികമായും സൈനികമായും വലിയ വളർച്ച കൈവരിക്കുകയാണ്. ഈ സമയത്ത് അമേരിക്ക തങ്ങളുടെ മേധാവിത്വം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നത് വിപണിയിൽ വലിയ കോൺഫ്ലിക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ കാഴ്ചപ്പാടുകൾ പ്രകാരം പല രാജ്യങ്ങളും അമേരിക്കയിൽ നിന്നുള്ള വലിയ കൺസ്യൂമർ മാർക്കറ്റിനെ ചൂഷണം ചെയ്ത ട്രേഡ് സർപ്ലസ് ഉണ്ടാക്കുന്നുവെന്ന് അദ്ദേഹം കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ട്രേഡ് താരിഫുകൾ, രാഷ്ട്രീയ സൈനിക ശക്തികൾ എന്നിവ ഉപയോഗിച്ച് ഈ അസന്തുലിതാവസ്ഥ മാറ്റാൻ അമേരിക്ക ശ്രമിക്കുന്നത് വിപണിയിൽ വലിയ അനിശ്ചിതത്വം സൃഷ്ടിക്കുകയാണ്. ഇത് പെട്ടെന്നൊന്നും അവസാനിക്കാൻ പോകുന്ന പ്രതിസന്ധിയല്ല. ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ സാഹചര്യത്തിലെ ഏറ്റവും വലിയൊരു തലവേദന നമ്മൾ ക്രൂഡ് ഓയിലിനായി മറ്റ് രാജ്യങ്ങളെ അമിതമായി ആശ്രയിക്കുന്നു എന്നതാണ്. പുറത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ പോലും ഇവിടെ എണ്ണവില കൂടും. അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെയും കറണ്ട് അക്കൗണ്ടിനെയും ഒക്കെ വല്ലാതെ ബാധിക്കാറുമുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് നമുക്കിത് മാറ്റിയെടുക്കാൻ കഴിയില്ല എന്നത് ശരിയാണ്. എങ്കിലും പുനരുപയോഗ ഊർജത്തിലേക്ക് നമ്മൾ നടത്തുന്ന വലിയ ചുവടുവയ്പ്പുകളും നാട്ടിൽ തന്നെ എണ്ണയും ഗ്യാസും കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ കമ്പനികൾക്ക് റോയൽറ്റി കുറച്ചുകൊണ്ട് ഗവൺമെന്റ് നൽകുന്ന പ്രോത്സാഹനങ്ങളും ഒക്കെ ശരിയായ ദിശയിൽ തന്നെയാണ്. എങ്കിൽ പോലും ഈ എനർജി സെക്യൂരിറ്റി അല്ലെങ്കിൽ ഊർജ്ജ സുരക്ഷ എന്നത് ഇന്ത്യക്ക് എപ്പോഴും വലിയൊരു ചലഞ്ച് തന്നെയാണെന്ന് ഹിരൺ വേദ് വ്യക്തമാക്കുന്നുണ്ട്. ഇനി നിക്ഷേപകർ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്ന ഒരു കാര്യത്തിലേക്ക് വരാം. വിദേശ നിക്ഷേപകർ അല്ലെങ്കിൽ FIIകൾ ഇന്ത്യൻ വിപണിയിൽ നിന്നും പണം പിൻവലിക്കുന്നത് എന്തുകൊണ്ടാണ്? പൊതുവെ ആളുകൾ പറയുന്ന ചില കാരണങ്ങളുണ്ട്. ഇന്ത്യയിൽ വാല്യുവേഷൻ കൂടുതലാണ്, ഇന്ത്യയിൽ നേരിട്ടുള്ള ട്രേഡ് സാധ്യതകൾ കുറവാണ്, വിദേശ മൂലധനത്തിന്മേൽ ഹ്രസ്വകാല ദീർഘകാല ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ചുമത്തുന്ന ഏക രാജ്യം ഇന്ത്യയാണ് എന്നതൊക്കെയാണത്. ഈ പറയുന്നതിൽ കുറച്ചൊക്കെ സത്യം ഉണ്ടെങ്കിലും യഥാർത്ഥ കാരണം മറ്റൊന്നാണ്. കോവിഡിന് മുൻപ് FII നിക്ഷേപങ്ങൾ വലിയ തോതിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ മുൻനിര 50 അല്ലെങ്കിൽ പരമാവധി 100 വൻകിട കമ്പനികളിലായിരുന്നു. പ്രത്യേകിച്ച് ഫൈനാൻഷ്യൽ സർവീസസ്, വൻകിട ബാങ്കുകൾ, IT സർവീസസ് എന്നിവയിലായിരുന്നു പ്രധാന നിക്ഷേപങ്ങൾ. കാരണം അവിടെയായിരുന്നു വലിയ ലിക്വിഡിറ്റിയും സൈസും ഉണ്ടായിരുന്നത്. എന്നാൽ കോവിഡിന് ശേഷം വലിയ IT കമ്പനികളും വൻകിട ബാങ്കുകളും FMCG കമ്പനികളും വിചാരിച്ചത്ര മികച്ച റിട്ടേൺസ് നൽകിയിട്ടില്ല. ഇതാണ് FII നിക്ഷേപകരെ തങ്ങളുടെ പണം എവിടെ നിക്ഷേപിക്കണമെന്ന് റീതിങ്ക് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചിരിക്കുന്നത്. അവർ പരമ്പരാഗത മേഖലകളിൽ നിന്ന് മാറി പുതിയ വളർച്ചാ സാധ്യതകളുള്ള ഇന്ത്യൻ ഇന്റർനെറ്റ് കൺസ്യൂമർ സ്പേസിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എറ്റേണൽ, സ്വിഗ്ഗി, പേടിഎം, മീഷോ, നൈക്ക തുടങ്ങിയ കമ്പനികളൊക്കെ ഇതിനുദാഹരണമാണ്. ഈ മേഖലകളിൽ വളർച്ചാ നിരക്ക് കൂടുതലാണെന്നതും ചൈനീസ് ഇന്റർനെറ്റ് കമ്പനികളിൽ നിക്ഷേപിച്ച് അവർ മുൻപ് വലിയ ലാഭം ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇതിന് കാരണം. ഇന്ത്യ പോലെ വലിയ എന്നാൽ കൃത്യമായി സംഘടിക്കപ്പെടാത്ത വിപണിയിൽ ഇത്തരം B2C പ്ലാറ്റ്ഫോമുകൾക്ക് ഡിമാൻഡും സപ്ലൈയും ഒരുമിച്ച് കൊണ്ടുവരാനും പഴയ ബിസിനസ് രീതികളെ മാറ്റിമറിച്ചുകൊണ്ട് വേഗത്തിൽ വളരാനും സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഓൺ ദി സർഫസ് നോക്കുമ്പോൾ FIIകൾ വിൽക്കുക മാത്രമാണ് ചെയ്യുന്നതെന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ അടുത്ത 5 മുതൽ 10 വർഷത്തെ വളർച്ച ലക്ഷ്യമിട്ട് അവർ തങ്ങളുടെ നിക്ഷേപ പോർട്ട്ഫോളിയോയിൽ വലിയൊരു പുനഃക്രമീകരണം നടത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അവർക്ക് ഇന്റർനെറ്റ് മേഖലയ്ക്ക് പുറമെ ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് നോക്കാനുള്ള മികച്ച അവസരമുണ്ട്. പ്രത്യേകിച്ച് NSE പോലുള്ള വലിയ എക്സ്ചേഞ്ചുകളുടെ വരാനിരിക്കുന്ന IPOകൾ വിദേശ നിക്ഷേപകർക്ക് വലിയ തുക നേരിട്ട് ആഘാതങ്ങളില്ലാതെ എളുപ്പത്തിൽ നിക്ഷേപിക്കാൻ പറ്റിയ മികച്ച മാർഗങ്ങളാണ്. അതോടൊപ്പം ഇൻഫ്രാസ്ട്രക്ചർ, എയർപോർട്ട് വികസനം തുടങ്ങി വലിയ പ്രൊജക്ടുകളിലും അവർ താല്പര്യം കാണിക്കുന്നുണ്ട്.
മുൻപ് പരമ്പരാഗത കമ്പനികളിലൂടെ ഇന്ത്യയുടെ ഉപഭോക്തൃ വളർച്ച പ്രയോജനപ്പെടുത്തിയിരുന്ന നിക്ഷേപകർ ഇന്ന് ഇന്ത്യക്കാരുടെ യാത്രാശീലങ്ങളും വിവേചനാധികാര ഉപകാരം അല്ലെങ്കിൽ ഡിസ്ക്രിഷണറി കൺസംഷനും മാറുന്നത് കണ്ട് എയർപോർട്ട് കമ്പനികളും മറ്റും നിക്ഷേപിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. അതിനാൽ ഈ വിദേശ നിക്ഷേപങ്ങൾ പുതിയ രൂപത്തിലും പുതിയ മേഖലകളിലും ഇന്ത്യൻ വിപണിയിലേക്ക് തന്നെ തിരിച്ചു വരും. നിലവിൽ പ്രൈവറ്റ് ഇക്വിറ്റി നിക്ഷേപകർ വിപണിയിൽ നിന്ന് പിന്മാറുമ്പോൾ ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ടുകളാണ് ആ വിൽപ്പനയെ താങ്ങി നിർത്തുന്നത്. എന്നാൽ സ്മാർട്ട് മണി വരും ദിവസങ്ങളിൽ വലിയ IPOകളിലൂടെ തിരികെ വരുമോ എന്ന് തന്നെയാണ് ഹിരൺവേദ് പ്രതീക്ഷിക്കുന്നത്. ഇനി എല്ലാവരും സംസാരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിപ്ലവത്തിലേക്ക് വരാം. ആഗോളതലത്തിൽ AI മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം നടക്കുമ്പോൾ ഇന്ത്യക്ക് ലാർജ് ലാംഗ്വേജ് മോഡലുകളിലോ സെമി കണ്ടക്ടർ ചിപ്പുകളിലോ നേരിട്ടുള്ള വലിയ പങ്കാളിത്തം ഇല്ലായിരിക്കാം. എന്നാൽ AI ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തേക്ക് ഒഴുകുന്ന ഭീമമായ നിക്ഷേപങ്ങൾ ഇന്ത്യയിലെ മറ്റ് പല മേഖലകൾക്കും വൻ അവസരങ്ങളാണ് തുറന്നു നൽകുന്നത്. AI സാങ്കേതിക വിദ്യയെ നമുക്ക് പല ലെയറുകളായി തിരിക്കാം. ഇതിൽ ഏറ്റവും മുകളിൽ ആപ്ലിക്കേഷൻ ലെയർ ആണുള്ളത്. ഇതിൽ സാധാരണക്കാർ ഉപയോഗിക്കുന്ന കൺസ്യൂമർ ആപ്ലിക്കേഷൻ രംഗം ഗൂഗിൾ, മെറ്റ പോലുള്ള വൻകിട US കമ്പനികളായിരിക്കും നിയന്ത്രിക്കുക. അതിൽ ഇന്ത്യക്ക് വലിയ പങ്കില്ല. എന്നാൽ എന്റർപ്രൈസ് AI ലെയറിൽ ആന്ത്രോപിക്, ഓപ്പൺ AI, മൈക്രോസോഫ്റ്റ് തുടങ്ങിയ കമ്പനികൾ ഉണ്ടെങ്കിലും ഇന്ത്യൻ സോഫ്റ്റ്വെയർ സർവീസ് കമ്പനികൾക്ക് ബിസിനസ്സുകളിൽ AI ടൂളുകൾ നടപ്പിലാക്കാൻ സഹായിക്കാൻ സാധിക്കും. എങ്കിലും തുടക്കത്തിൽ വലിയ IT കമ്പനികളുടെ വരുമാനത്തിൽ ഇടിവുണ്ടാകുന്നത് വിപണിയെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. കമ്പനികൾ AI ടൂളുകൾക്കായി വലിയ തോതിൽ പണം ചെലവഴിക്കാൻ തുടങ്ങുകയും അത് വരുമാന വളർച്ചയായി മാറുകയും ചെയ്യുന്നത് വിപണിക്ക് സോഫ്റ്റ്വെയർ കമ്പനികൾ വലിയ ബെറ്റ് വെക്കുന്നത് പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ പല IT കമ്പനികളും ഇപ്പോൾ വെറും ഡിവിഡൻഡ് നൽകുന്ന ഷെയറുകളായിട്ട് മാറിയിട്ടുണ്ട്. വലിയ LLMകളിൽ നമുക്ക് പങ്കില്ലെങ്കിലും ഇന്ത്യയിലെ ചില കമ്പനികൾ ഇൻഡസ്ട്രി സ്പെസിഫിക് ആയ ചെറുകിട സ്മോൾ ലാംഗ്വേജ് മോഡലുകൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും അത് പ്രാരംഭഘട്ടത്തിൽ തന്നെയാണ്. എന്നാൽ ഏറ്റവും വലിയ വിപ്ലവം നടക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ലെയറിലാണ്. ഡാറ്റാ സെന്ററുകൾ നിർമ്മിക്കുന്നതിനും GPU പ്രവർത്തിക്കുന്ന ഫാക്ടറികൾ സ്ഥാപിക്കുന്നതിനും ആവശ്യമായ വലിയ വിപണി ഇന്ത്യയിൽ രൂപപ്പെടുന്നുണ്ട്. ചിപ്പുകൾ നമ്മൾ നിർമ്മിക്കുന്നില്ലെങ്കിലും NVIDIA, AMD ചിപ്പുകൾ പ്രവർത്തിക്കുന്ന ഡാറ്റാ സെന്ററുകളിലേക്ക് ആവശ്യമായിട്ടുള്ള കൂളിംഗ് സിസ്റ്റംസ്, ബാക്കപ്പ് ജെൻസെറ്റുകൾ, റാക്കുകൾ, റിയൽ എസ്റ്റേറ്റ്, കേബിളുകൾ, ട്രാൻസ്ഫോർമറുകൾ, സ്വിച്ച് ഗിയറുകൾ തുടങ്ങിയ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റുകളുടെയും ക്യാപിറ്റൽ ഗുഡ്സിന്റെയും ആവശ്യകത വർദ്ധിക്കുന്നത് ഇന്ത്യൻ കമ്പനികൾക്ക് വൻ വളർച്ചാ സാധ്യതയാണ് നൽകുന്നത്. ഈ ഡാറ്റാ സെന്ററുകൾക്ക് ഭീമമായ ഊർജം ആവശ്യമായതിനാൽ പവർ ഇക്കോസിസ്റ്റവും പവർ സെക്ടറും ഇതിന്റെ പ്രധാന ഗുണഭോക്തായി മാറും. അവസാനമായി വിപണിയുടെ ഇപ്പോഴത്തെ അവസ്ഥയും വരാനിരിക്കുന്ന ക്വാർട്ടർ ഫലങ്ങളും എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. നിലവിൽ റഷ്യ-ഉക്രൈൻ യുദ്ധം പോലുള്ള വലിയ ഭൗമരാഷ്ട്രീയ പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോൾ വിതരണ ശൃംഖലകൾ തടസ്സപ്പെടുകയും ഊർജ്ജവില വർദ്ധിക്കുകയും ചെയ്യുന്നത് കമ്പനികളുടെ EBITDA മാർജിനെ ബാധിക്കുന്നുണ്ട്. എന്നാൽ മുൻകാല അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കമ്പനികൾ ഇപ്പോൾ ചെലവ് വർധനവ് വളരെ വേഗത്തിൽ തന്നെ ഉപഭോക്താക്കളിലേക്ക് കൈമാറാൻ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന ഒന്നാം പാദ ഫലങ്ങൾ വിപണി പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മികച്ചതായിരിക്കാനാണ് സാധ്യത. ഹൈ ഫ്രീക്വൻസി ഡാറ്റകളായിട്ടുള്ള ക്രെഡിറ്റ് ഗ്രോത്ത്, ഓട്ടോ സെയിൽസ്, ക്രെഡിറ്റ് കാർഡ് ചെലവഴിക്കൽ എന്നിവ പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ ഉപഭോക്താക്കൾ ഇപ്പോഴും ശക്തമായി തന്നെ വിപണിയിൽ നിലകൊള്ളുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ ഗവൺമെന്റ് നൽകിയിട്ടുള്ള ആദായ നികുതി ഇളവുകളും GST കുറയ്ക്കലും സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി വിതരണം ചെയ്യപ്പെട്ടുള്ള ആനുകൂല്യങ്ങളും വിപണിയിലെ ഉപഭോഗത്തെ വലിയ തകർച്ചയിൽ നിന്ന് സംരക്ഷിച്ചു നിർത്തിയിട്ടുണ്ട്. മുൻനിര ബാങ്കുകളിലോ NBFC കമ്പനികളിലോ വലിയ തോതിലുള്ള ആസ്തി ഗുണനിലവാര തകർച്ച അല്ലെങ്കിൽ അസറ്റ് ക്വാളിറ്റി ഡിറ്റോറിയേഷൻ കാണാത്തത് സമ്പദ് വ്യവസ്ഥയുടെ കരുത്തിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഈ സൂചനകൾ വെച്ച് നോക്കുമ്പോൾ വരാനിരിക്കുന്ന ആദ്യ പാദഫലങ്ങൾ മികച്ചതാകാനും സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പകുതി ആദ്യ പകുതിയേക്കാൾ കൂടുതൽ കരുത്താർജിക്കാനും സാധ്യതയുണ്ട്. മാർച്ച് മാസത്തിലെ ഇടിവിന് ശേഷം മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് ഓഹരികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിലും പൊതുവെ വിപണിയിലെ വാല്യുവേഷനുകൾ ആവശ്യമായിട്ടുള്ള കറക്ഷൻ നടന്നിട്ടുണ്ട്. കോർപ്പറേറ്റ് വരുമാനത്തിൽ വരും ദിവസങ്ങളിൽ വലിയ വളർച്ച ഉണ്ടാകുമെന്നും വിദേശ നിക്ഷേപകരുടെ വിൽക്കാനുള്ള ആവേശം കുറയുന്നത് വഴി ഇന്ത്യൻ വിപണി വലിയൊരു തിരിച്ചുവരവ് അല്ലെങ്കിൽ സ്ട്രോങ് റീബൗണ്ട് നടത്തുമെന്ന് ഹിരൺവേദ് തന്റെ ആഴത്തിലുള്ള വിശകലനത്തിലൂടെ നിരീക്ഷിക്കുന്നുണ്ട്. വിപണിയിലെ താൽക്കാലിക ചലനങ്ങളിൽ പരിഭ്രാന്തരാകാതെ ഇത്തരം ദീർഘകാല മാറ്റങ്ങളെ മനസ്സിലാക്കി നിക്ഷേപം നടത്തുന്നവർക്കായിരിക്കും വരും നാളുകളിൽ വിപണിയിൽ വലിയ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുക.